ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജല സഞ്ജു. അപ്പം നമ്മൾ ഉംറക്ക് പോകാൻ എത്തിയിട്ടോ. അപ്പം നമ്മളിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ മാറ്റി ഇറങ്ങിയിട്ടോ, നമ്മൾ ലിഫ്റ്റ് കയറി. അപ്പം അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ടൈം ഏകദേശം ഒരു 10 മണിക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി നമ്മളൊരു മോർണിംഗ് ഒക്കെ നേരത്തെ എത്തുമല്ലോ എഴുതിയിട്ട് ഈ ടൈമിൽ ഇറങ്ങിയത് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കാറ് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ കാറൊക്കെ നടക്കുക കേട്ടോ. അല്ലേ നമ്മൾ ടാക്സിയിലാണ് കേട്ടോ പോവൽ. ഇപ്പോൾ തിരക്കൊന്ന് കുറഞ്ഞുകൊണ്ട് നമ്മൾ കാറെടുത്ത് പോകുന്നത്. അല്ലെ നമുക്ക് കാറെടുത്ത് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒന്നും എവിടെയും കിട്ടില്ല, നമ്മളാകെ ഇടങ്ങാറാവും കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ തന്നെ പോകാൻ കരുതിയിട്ട് കാറെടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നേരെ പോയത് നമ്മൾ ആയിഷ പള്ളിക്കാണ് കേട്ടോ. നമ്മൾ ഇറാൻ കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഇതിന് മുന്നേ നമ്മൾ വന്ന സമയത്തൊക്കെ ആയിഷ പള്ളിയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ട്. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആയിഷ പള്ളിയുടെ നേരെ ബാക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാർക്കിങ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്തെങ്ങാണ്ട് ഉള്ളിൽ പോയിട്ട് ഇറാൻ കിട്ടി വരണം കേട്ടോ. അപ്പോൾ പാർക്കിംഗ് കിട്ടി നമ്മൾ ആയിഷ പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ, ആണുങ്ങൾക്ക് വേറെ സെക്ഷനായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി കണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ നീയത്തൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ ഹറമക്ക് പോകാൻ വേണ്ടിയിട്ട് കാറ് കയറി കേട്ടോ. അപ്പോൾ ഏകദേശം ഹറമിൻ്റെ അവിടെ എത്താനായി. നമുക്ക് ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ നേരെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ചെറുതായിട്ട് നമുക്ക് റോഡൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെയും കുറച്ച് നേരം കൂടി കറങ്ങി കണ്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. എന്നിട്ട് നമ്മൾ കുറച്ചൊരു ഇന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. കാരണം ഹറമിൻ്റെ അടുത്തേക്കൊന്നും എന്തായാലും നമ്മളെ വണ്ടിയൊന്നും നിർത്താനില്ല, ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നിർത്താൻ അയക്കില്ല കേട്ടോ പോലീസുകാർ. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ തന്നെ നമ്മളെ വണ്ടി ഒരു കൊണ്ടുപോകും ചെയ്യും, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങ് നടക്കാണ്ട് പാർക്കിങ്ങിൻ്റെ ആയി കൂടിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നടക്കണത്. ഇവിടുന്ന് അങ്ങോട്ട് അറമിൻ്റെ അവിടേക്ക് കാണുമ്പോൾ എടുത്താൽ തോന്നിട്ടോ. ക്ലോക്ക് ടവർ കാണുമ്പോൾ ഇപ്പത്തും തോന്നും. പക്ഷേ കുറേ നടക്കാണ്ടായിരുന്നു. എന്തായാലും 2-3 കിലോമീറ്റർ ഏകദേശം നടക്കാണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന ആൾക്കാർ ഇവിടത്ത് കൂടിയും പോകുന്ന ആൾക്കാർ വേറെ ഭാഗത്ത് കൂടി ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ പോവുകയാണ്. നടന്ന് ഞാൻ അതിൻ്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ കുഴങ്ങിയിട്ടുണ്ടായിട്ട് ഞാൻ പറയണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ എന്തേക്കാരെന്ന്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ക്ലോക്ക് ടവർ കേട്ടോ ഫസ്റ്റ് കാണുക. ക്ലോക്ക് ടവർ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പം അതിന് ക്ലോക്ക് ടവറിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ആ കാണുന്ന നമ്മളെ കഴിവ് കാണാണ്ട് കേട്ടോ. ഇനി അവിടേക്ക് എത്തണമെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ പോകാണ്ട്. അപ്പം നേരെ നമ്മൾ എത്തിയിട്ട് അപ്പോൾ നമ്മൾ തവാഫ് തുടങ്ങി കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നില്ല. കുറച്ച് നേരം നോക്കി ഇന്നും അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തവാഫ് ചെയ്യാൻ കേട്ടോ. 7 വട്ടം നമ്മൾ കഴിവ് ചുറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ വേഗം ചെയ്ത് പോരാനൊന്നും പറ്റില്ല. നമുക്ക് മെല്ലെ നടക്കാൻ പറ്റുന്നത്. അതേപോലെ കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകാർ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാരണം നമുക്ക് ഇങ്ങനെ മുന്നിക്ക് നീങ്ങാനും പറ്റില്ല. ഒരു മെല്ലെ നടക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ കൂടി നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കാൽപാദമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നിലേക്ക് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടത്താൻ നീങ്ങണില്ല, അത്രയും മെല്ലെയാണ് നടക്കുന്നത്, തിരക്കിട്ട്. അപ്പോൾ എൻ്റെ കൈ വിടാതെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരി ആൾക്കാർ ഇവിടെ എല്ലാം തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയേണ്ടത് കഴിയുമ്പോൾ തൊടണം, നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കിയല്ലോ. അപ്പം പറയാൻ നോക്കാം, ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടെ എന്നോട്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്.
പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും നമുക്ക് ഇരിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ. വേഗം വേഗം നടക്കണം, കാരണം ഫുള്ള് സെക്യൂരിറ്റിയാണ്. ഈ ഒരു കെട്ടിയതിൻ്റെ അപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ നിസ്കരിക്കാനൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഉള്ളിൽ കയറിങ്ങാണ്ട് കയറുമ്പോൾ തൊട്ടിട്ടോ. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ അതൊരു വലിയൊരു ഭാഗ്യം കിട്ടി. പിന്നെ നമ്മൾ നേരെ പോയത് സഫ മർവേ പോവാണ് കേട്ടോ. ഇനി അവിടെ ഇതേപോലെ 7 റൗണ്ട് ഇങ്ങനെ നടക്കണം. പോണ വഴിക്ക് നമ്മൾ സംസം കണ്ടു കേട്ടോ. സംസത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ എനിക്ക് സംസൊക്കെ എടുത്ത് തന്നു. എന്നിട്ട് നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കുടിച്ചൊക്കെ ചെയ്തിട്ടോ അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ നേരെ പോയി സഫ മർവയ്ക്കാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പച്ച ലൈൻ കണ്ടോ, ഈ ഒരു പച്ച ലൈനിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഓടണം എന്നാട്ടോ പറയുന്നത്. നമ്മൾ ഓടിയിട്ട് വേണം പോകാൻ. കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടന്നു പോവാം. 7 വട്ടം സഫയിൽ നിന്ന് മറുവയ്ക്കും സഫയ്ക്കും അങ്ങനെ 7 വട്ടം ടോട്ടലായിട്ട് അങ്ങനെ നടക്കണം കേട്ടോ. പിന്നെ നമ്മളിത് സംസം വെള്ളം കുടിച്ചിട്ടുണ്ടായി. നമ്മൾ കൊയങ്ങുമ്പോൾ നമ്മൾ സംസം വെള്ളം കുടിച്ചും കണ്ടാണ് പോയിനത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മറുവ. അപ്പോൾ ഇവിടുന്ന് പണ്ടൊക്കെ തന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയെന്ന് കേട്ടോ പറഞ്ഞിരുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇങ്ങനെയും കാണാൻ പറ്റുന്നത്. അല്ലാതെ അവിടെ ഇങ്ങനെ നിന്നാലും നമുക്ക് അടിയിൽ പാറ കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മറുവേൻ്റെ അവിടെ നിന്ന് നോക്കി ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സഫയിൽ നിന്ന് മറുവയും സഫയ്ക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ട് ഖുറാനൊക്കെ ഓതിയിട്ടുണ്ട്. യാസീനൊക്കെ ഓതി നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. നമുക്ക് കാറിൻ്റെ അടുക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നടക്കാണ്ട്. നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറിയാലോ കരുതി കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എത്തിയിട്ട് നമ്മൾ നേരെ ക്ലോക്ക് ടവറിൻ്റെ അടുക്ക് പോകാം കേട്ടോ. അവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ അടുക്ക് പോകാനെങ്കിൽ അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് എവിടെ നോക്കിയാലും ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ നിറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ അതിലൊന്നും കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ ഫുഡ് കോർട്ട് മുകളിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ട് കയറാൻ എത്തിക്കാണ്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. എക്സ്കലേറ്റർ കയറിയിട്ടാണ് പോയത്. അപ്പോൾ പോണ വഴിക്കൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയറും ചെയ്തില്ല. ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പോയത് അൽബൈക്കാണ്. അപ്പം അൽബൈക്ക് ചെന്നപ്പോൾ തിരക്ക് കേട്ടോ. നമുക്ക് ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ അവിടുന്ന് ഉള്ളത് ഓർഡർ ചെയ്തത് നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് എന്തോ ഉണ്ട് ഓർഡർ ചെയ്തത്. കൂടെ നമുക്ക് എന്തോ ഒരു ബന്നും ഒരു കെച്ചപ്പ് എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമൽ നഗറ്റ്സിൻ്റെ പോലെ കേട്ടോ, അടിപൊളിയാണ്. നല്ല സ്പൈസി ആയിട്ട് ക്രിസ്പി ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവനോട് പറയണേ നഗറ്റ്സ് ആണെന്ന് തോന്നില്ല, നല്ല ടേസ്റ്റുണ്ട്, ഫില്ലിങ്സൊക്കെ നല്ല അടിപൊളിയാണ് അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അൽബൈക്കിൻ്റെ നഗറ്റ്സും ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്നിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കാണ്ട് ചെറുതായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ നഗറ്റ്സ് തന്നെയാണ് കേട്ടോ കഴിക്കണത്. അൽബൈക്കുന്നതാണ് അധികം എല്ലാവരും കഴിക്കണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ ഞാൻ ഇരുന്ന ടേബിളിൻ്റെ അവിടെ ഫുൾ അൽബൈക്കായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വണ്ടിയുടെ അടുക്ക് പോകണം. നേരെ ആ ഒരു വണ്ടിയുടെ അടുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കാം കേട്ടോ. നമ്മൾ ഇറങ്ങിയ വഴി വേറെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടോ. കുറേ നടന്നിട്ടാണ് നമ്മൾ വണ്ടീൻ്റെ അടുക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ വണ്ടി കയറിങ്ങാണ്ട് നമ്മൾ റൂമിൻ്റെ അടുക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് അറമിൻ്റെ അവിടെ നമ്മൾ ആ റൂമിൻ്റെ അടുക്ക് ഒരു 10-20 മിനിറ്റ് കേട്ടൊക്കെ എത്തും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇനി ചെന്നുകാണ്ടൊന്ന് കടന്നാൽ മതി, അത്രക്കും ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുക്ക് എത്തിയിട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ലൊരു ഉംറയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പം ഇനി നമുക്ക് നേരെ റൂമൊക്കെ എത്തിയാൽ മതി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞാൻ അവനോട് പറയണേ ഞാൻ പോയ മാതിരിയല്ല വന്നത്, അത്യാവശ്യം നല്ല കുഴങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്ര തൊട്ട് നമ്മളെ വ്ലോഗ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.